ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സന കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ പെരി പെരിയാണ്. അതിനായി ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ആദ്യം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നാരങ്ങ ഇല്ലാത്തവർക്ക് വിനാഗിരി യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സിയിലിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരി പെരിക്കുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലക്കൂട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് ഇത് മാരിനേഷന് വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റിക്കുകൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസുകളും നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനത്തെ സ്റ്റിക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പച്ചയിറക്കിൽ ഉപയോഗിച്ചും ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ പെരി പെരിക്കുള്ള മസാലക്കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. സാധാരണ ഇത് ഗ്രില്ല് ചെയ്തെടുക്കാറാണ് പതിവ്. എല്ലാവരുടെ വീട്ടിലും ഗ്രില്ല് അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ തവ പാനിൽ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ഓരോ സ്റ്റിക്കുകളും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതിൽ സെപ്പറേറ്റ് ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാരിനേഷൻ ചെയ്തിരുന്നപ്പോൾ ആദ്യമേ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിരുന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ ചിക്കൻ എല്ലാ സൈഡും കുക്കാവേണ്ടതുണ്ട്. അപ്പോൾ ഓരോ മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഈ സ്റ്റിക്ക് തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ വേവിക്കേണ്ടതാണ്. നമ്മുടെ ചിക്കൻ പെരി പെരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത റെസിപ്പിയുമായി സന കിച്ചണിലൂടെ വീണ്ടും കാണാം.